എല്ലാവർക്കും ഡിലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു പൊതിച്ചോറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൊതിച്ചോറെന്ന് കേൾക്കുമ്പോഴേ പഴയ സ്കൂൾ കോളേജ് കാലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ രുചിയൂറും പൊതിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മെഴുകുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ബീറ്റ്റൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. നന്നായിട്ട് ഇത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇത് മെഴുകുപുരട്ടിയാക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഈ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീറ്റ്റൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുകുപുരട്ടിയാണിത്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ബീറ്റ്റൂട്ട് മെഴുകുപുരട്ടി തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിത് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഈ ബീറ്റ്റൂട്ട് നന്നായിട്ട് ഒന്ന് പാകത്തിന് വെന്ത് വന്ന് കഴിയുമ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ മെഴുകുപുരട്ടിക്ക്. ഇതിനു മുമ്പ് ഞാനൊരു പൊതിച്ചോറ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മുട്ട പൊരിച്ചതും മീൻ വറുത്തതും ചമ്മന്തിയും തോരനും ഒക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പൊതിച്ചോറിൽ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചമ്മന്തിയാണ്. 1 കപ്പ് തേങ്ങയും 3 ഇതൾ കറിവേപ്പിലയും അല്പം പുളിയും 1 പച്ചമുളകും 2 ടേബിൾ സ്പൂൺ സവാളയും അല്പം ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചമ്മന്തി അരച്ച് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ട അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയ ശേഷം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട എന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ചേർക്കുന്നുണ്ട്. വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്. മുട്ടയൊന്ന് ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർത്തത്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാനൊന്ന് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിനുള്ള എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല. ഇവിടെ മീനൊക്കെ കിട്ടാനായിട്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊന്നും മീനൊന്നും വറുത്ത് ഇതിൽ വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മീനൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു മീൻ വറുത്തതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അതുപോലെ പൊതിച്ചോറിന് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണമെന്നില്ല. ഒരു മുട്ട പൊരിച്ചതും അതുപോലെ ചമ്മന്തിയും അച്ചാറും ഏതെങ്കിലും ഒരു മെഴുക്കുപുരട്ടിയോ അല്ലെങ്കിൽ ഒരു തോരനോ ഉണ്ടെങ്കിൽ ധാരാളമാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ പൊതിച്ചോറിന്. അപ്പോൾ നമുക്കിനി ഇലയൊന്ന് വാട്ടിയെടുക്കണം. കുറച്ച് ദിവസമായിട്ട് പൊതിച്ചോറ് കഴിക്കാനായിട്ട് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് തയ്യാറാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്ടിയ ഇലയിലേക്ക് നല്ല ചൂട് ചോറാണ് ചേർക്കുന്നത്. മട്ട അരിയുടെ ചോറാണ്. അപ്പോൾ പൊതിച്ചോറായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ചോറ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മെഴുക്കുപുരട്ടിയും കൂടെ വയ്ക്കാം. മെഴുക്കുപുരട്ടിയോ തോരനോ ഏതെങ്കിലും ഒരെണ്ണം മതിയാകും. ഇനി നമുക്ക് ഇതുപോലെ ചമ്മന്തി ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഈ ചോറിന് മുകളിലായിട്ട് വയ്ക്കാം. കുറച്ച് മാങ്ങ അച്ചാറും കൂടി വെക്കുന്നുണ്ട്. മാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറോ ഏതാണ് കയ്യിലുള്ളത് അതെടുത്താൽ മതി. ഇനി നമ്മുടെ മുട്ട പൊരിച്ചതും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പൊതിച്ചോറാണ് തയ്യാറാക്കുന്നത്. ഇനി ഇത് ഒരു ന്യൂസ് പേപ്പറിലൊന്ന് പൊതിഞ്ഞെടുത്ത ശേഷം ഒരു 4 മണിക്കൂർ ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഇലയൊന്ന് തുറക്കാം. ഇങ്ങനെ ഇലയൊന്ന് തുറക്കുമ്പോൾ ഉള്ള ആ ഒരു മണം ഉണ്ടല്ലോ, ചമ്മന്തിയുടെയും അതുപോലെ മുട്ട പൊരിച്ചതിൻ്റെയൊക്കെ ആ ഒരു മണം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വാഴയില കിട്ടുമെങ്കിൽ ഇതുപോലെ ഒരു പൊതിച്ചോറൊക്കെ തയ്യാറാക്കിയിട്ട് പഴയ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലേക്കൊന്ന് പോയി നോക്കിയേ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ചോറുണ്ണുന്ന സമയത്ത് കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടാണല്ലോ കഴിച്ചിരുന്നത്. അപ്പോൾ എത്ര മധുരമുള്ള ഓർമ്മകളാണ് അതൊക്കെ അല്ലേ.
ഞങ്ങളിവിടെ ഇതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്